യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചനമാണ് നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. ഇന്ന് ദൈവവിളിക്കായി പ്രാർത്ഥിക്കുവാൻ ആഗോളസഭ നമ്മളെ ആഹ്വാനം ചെയ്യുന്ന ദിവസമാണ്. ഈ ദിവസം വചനവിചിന്തനത്തിനായിട്ട് നമ്മൾക്ക് നൽകിയിരിക്കുന്നത് യേശു ശിഷ്യന്മാർക്ക് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് നൽകുന്ന അവസാനത്തെ ഉപദേശമാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളോടും സുവിശേഷം പ്രസംഗിക്കണം. മനസ്സാന്തരപ്പെട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവർക്ക് ജ്ഞാനസ്നാനം നൽകണം. യുഗാന്ത്യം വരെ എന്ന ആളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഒരു ക്രിസ്തു ശിഷ്യൻ, അവൻ അൽമായനോ സന്യാസ സഹോദരനോ സഹോദരിയോ വൈദികനോ മെത്രാനോ ആരുമാകട്ടെ, അടിസ്ഥാനപരമായിട്ട് ദൈവം അവനിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഒരു പുണ്യമാണ്, ഒരു ദൗത്യമാണ് സുവിശേഷ പ്രഘോഷണം. അത് ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട കുറേ ആൾക്കാർ മാത്രം ചെയ്യേണ്ട ഒരു ദൗത്യമായിട്ടല്ല തിരുസഭ കാണുന്നത്. സാർവത്രിക സഭയുടെ വീക്ഷണത്തിൽ ഓരോ ക്രിസ്ത്യാനിയും ഓരോ മിഷണറിയാണ്. ലോകമെങ്ങും സുവിശേഷം അറിയിക്കാനുള്ള ക്രിസ്തുനാഥൻ്റെ ദൗത്യത്തിൽ പങ്കുകാരാകുന്നവരാണ് അവർ എല്ലാവരും. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും കടമയുണ്ട് ക്രിസ്തുവിനെ ലോകത്തിന് പങ്കുവയ്ക്കാം. ഈ ലോകത്തിൽ ചെറിയവരെന്നോ വലിയവരെന്നോ വ്യത്യാസം കൂടാതെ, അൽമായനെന്നോ വൈദികനോ എന്ന വ്യത്യാസം കൂടാതെ, നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും അവനെ പങ്കുവയ്ക്കാനും കടപ്പെട്ടവരാണ്. ഇന്ത്യയുടെ ഭരണഘടന നമുക്കായി വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വമുണ്ടല്ലോ. ഓരോരുത്തർക്കും അവൻ വിശ്വസിക്കുന്ന മതത്തിൽ ആഴമായ ബോധ്യത്തോടെ നിലകൊള്ളാനും അവൻ്റെ വിശ്വാസം മറ്റുള്ളവരോട് പ്രഘോഷിക്കാനുമുള്ള ഒരു ദൗത്യം അല്ലെങ്കിൽ അവകാശം. ഇത് മൗലിക അവകാശത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് പിറകോട്ട് പോകേണ്ട കാര്യമില്ല. ഇത് ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. മിഷൻ ലേഖകരുടെ പ്രസംഗങ്ങളിലൊക്കെ കുഞ്ഞുനാളിൽ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുക. കത്തിജ്വലിക്കുന്ന ഒരു തീപ്പന്തമാകാനോ നാവികർക്ക് വഴികാട്ടിയാകുന്ന ഒരു ലൈറ്റ് ഹൗസ് ആകാനോ ഒന്നും ഒരുപക്ഷെ ഈ കൊച്ചു ജീവിതം കൊണ്ട് നിനക്ക് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടമെങ്കിലും ഈ ലോകത്തിന് കൊടുക്കാൻ നിനക്ക് സാധിക്കുമ്പോൾ അന്ധകാരത്തിലൂടെ ചരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ അതൊരു പ്രകാശമായി മാറും. നിന്നിലൂടെ പ്രഘോഷിക്കുന്ന വിശ്വാസത്തിൻ്റെ ദീപം കുറച്ചു പേർക്കെങ്കിലും പകർന്നു കൊടുക്കാൻ നിന്റെ കൊച്ചു ജീവിതം കൊണ്ട് സാധിക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. ഹൈന്ദവ പുരാണമനുസരിച്ച് രാമായണത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഹനുമാന്റെ നേതൃത്വത്തിൽ ശ്രീലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയ സീതാ റാണിയെ രക്ഷിക്കാനായിട്ട് ഒരു സേതുബന്ധനം നടത്തുന്നുണ്ട്. വലിയ ഒരു പാലം. ധനുഷ്കോടിയിൽ പോകുന്നവരൊക്കെ രാമേശ്വരം ധനുഷ്കോടിയിലെത്തുമ്പോൾ ഈ പാലത്തിൻ്റെ മേഖലകൾ കാണുന്നുണ്ടെന്നാണ് പറയുക. ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. അവിടെ കടലിൻ്റെ നടുവിലൂടെ കുറേയേറെ നമുക്ക് നടന്നു മുന്നോട്ട് നീങ്ങാനാകും. അത് വാനര സൈന്യമുണ്ടാക്കിയ പാലമാണ് എന്നാണല്ലോ കരുതപ്പെടുക. ഈ പാലത്തിൻ്റെ നിർമ്മാണം ദ്രുതഗതിയിൽ വാനര സൈന്യം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അണ്ണാറക്കണ്ണൻ അവിടെ വന്നു. അവൻ വന്ന് ഈ വലിയ കുരങ്ങന്മാരുടെ എല്ലാം ഇടയ്ക്ക് കൂടെ നടന്നു ചെന്നിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ, നീ ഒരു അണ്ണാറക്കണ്ണനല്ലേ, നിനക്കെന്താ ചെയ്യാൻ പറ്റുക? അവർ പലരും അവനെ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞു വിട്ടപ്പോൾ
ഈ അണ്ണാറക്കണ്ണൻ ചെയ്തൊരു കാര്യമുണ്ട്. അവൻ ഓടി കടലിൽ ചെന്ന് വെള്ളത്തിൽ അവൻ്റെ ശരീരം മുഴുവനും നന്നായിട്ട് ഒന്ന് നനച്ചെടുക്കും. എന്നിട്ട് കരയിൽ കയറി വന്ന് പൂഴിമണ്ണിൽ അവൻ കിടന്നുരുളും. ഉരുണ്ട് കഴിയുമ്പം അവൻ്റെ ശരീരം മുഴുവനും മണ്ണ് പറ്റും. അവൻ ഓടി വന്ന് വാനരന്മാർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആ പാലത്തിൻ്റെ നടുവിൽ നിന്ന് നന്നായിട്ട് ശരീരം വന്ന് കുലുക്കും. അവൻ്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന പൂഴിമണ്ണ് മുഴുവൻ ആ പുതിയ പാലത്തിൽ വീഴും. നഷ്ടധൈര്യരാകാതെ നിരുത്സാഹപ്പെടാതെ അവൻ വീണ്ടും ഓടും വെള്ളത്തിലേക്ക്. വെള്ളത്തിൽ മുങ്ങുന്നു, കരയിൽ വന്നുരുളുന്നു, വീണ്ടും പാലത്തിലേക്ക് ഓടുന്നു. അവൻ്റെ കൊച്ചു ജീവിതം കൊണ്ട് അവനും ഈ സേതുബന്ധനത്തിൽ ഭാഗവാക്കാവുക. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന ഒരു പഴമൊഴിയുണ്ടല്ലോ, അതിൻ്റെ പൊരുൾ ഇതാണെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കായിട്ട് ചെയ്തു തീർക്കാൻ ചില ദൗത്യങ്ങൾ ഈ ലോകത്തിൽ ബാക്കിയുണ്ട്. അതെനിക്ക് ചുറ്റുമുള്ള ലോകത്തിൽ ഈശോയെ കൊടുക്കാനാണ്. ഒരുപക്ഷെ നിനക്ക് മാത്രം സാധിക്കുന്ന ചില കാര്യമുണ്ട്. നിന്നെക്കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ചില സാഹചര്യങ്ങളിലെങ്കിലും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ ഒക്കെ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു കെട്ടിയവൻ, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഭാര്യ, വഴക്കാളിയായ, മദ്യപാനിയായ, ബഹളക്കാരനായ, അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു ജീവിത പങ്കാളിയെ എൻ്റെ ദൈവം എനിക്ക് തന്നു. ഞാൻ പള്ളിയിൽ പോകുന്നു, കുമ്പസാരിക്കുന്നു, കുർബാന സ്വീകരിക്കുന്നു, സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നു. എൻ്റെ ജീവിതത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു വ്യക്തി? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പദ്ധതിയാണത്. ഒരുപക്ഷെ നിനക്ക് മാത്രമേ അങ്ങനൊരു വ്യക്തിയെ വിശ്വാസദീപം പകർന്നു കൊടുത്ത് നന്മയിലേക്ക് ആനയിക്കാൻ സാധിക്കുകയുള്ളൂ. അത് കലഹിച്ചോ ബഹളം വെച്ചോ നീ അവിടെ ഒരു സീനുണ്ടാക്കിയിട്ട് അവനെ വിശ്വാസത്തിലേക്ക് ആനയിക്കണമെന്നല്ല. നിന്റെ നല്ല മാതൃകയിലൂടെ, നിന്റെ നല്ല പെരുമാറ്റത്തിലൂടെ, നിന്റെ ജീവിത മാർഗത്തിലൂടെ, നിന്റെ കർമ്മ സാക്ഷ്യത്തിലൂടെ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുക എന്നത് നിന്നെ ഭരമേൽപ്പിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്ന ദൗത്യമാണ്. അത് ചെയ്യുവാനാണ് നിനക്ക് സാധിക്കേണ്ടത്. ഇന്ന് ക്രിസ്ത്യാനി ലോകത്തിൽ ക്രിസ്ത്യാനിയായിട്ട് അറിയപ്പെടുന്നത് അവൻ്റെ പേരിൻ്റെ തുമ്പത്തുള്ള ഒരു തോമസോ മാത്യുവോ ജോസഫോ അന്തോണിയോ ഒക്കെ ആയതുകൊണ്ടാണ്. പേരുകൊണ്ട് നമ്മളെ ആരെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. പേരിൻ്റെ തുമ്പത്ത് അപ്പൻ്റെ പേരിലുള്ള ഒരു മാത്യുവും തോമസും ജോസഫും ആൻ്റണിയും ഒക്കെ ചേരുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനിയായി എന്ന് നമ്മൾ അവകാശപ്പെടുന്നു. പക്ഷേ ഈ ബാനറില്ലാതെ, കഴുത്തിൽ കിടക്കുന്ന കൊന്തയില്ലാതെ നിന്നെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ അനുയായിയായിട്ട് ബോധ്യപ്പെടണം. അത് നിൻ്റെ കർമ്മസാക്ഷ്യം കൊണ്ടാകണം, നിൻ്റെ ജീവിതം കൊണ്ടാകണം. വാരണാസിയിൽ തിരക്ക് പിടിച്ച ഒരു റെയിൽവേ സ്റ്റേഷൻ, ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ട്രെയിനുകളിൽ നിന്നിറങ്ങി യാത്ര ചെയ്യുന്നു. ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ള ഈ വാരണാസി റെയിൽവേ സ്റ്റേഷനിൽ ആയിരങ്ങളാണ് ഓരോ നിമിഷവും വന്നിറങ്ങുന്നതും കടന്നു പോകുന്നതും. ഒരുപാട് ട്രെയിനുകളിൽ നിന്ന് ആൾക്കാരിറങ്ങി പല വഴിക്ക് തിരിഞ്ഞു പോകും. പല വഴിക്ക് വരുന്നവർ പല ട്രെയിനുകളിലൂടെ കയറി, എപ്പോഴും തിരക്ക് പിടിച്ച ഒരു റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് തിരക്ക് പിടിച്ചിറങ്ങി വരുന്നവരുടെ മധ്യേ ഒരു കൊച്ചു ബാലൻ. 10 വയസ്സിൽ കൂടുതൽ പ്രായം അവനില്ല. അവൻ്റെ നിക്കറിലെ ബട്ടൺസൊക്കെ പോയിട്ട് എടുത്തു കുത്തിയ ബട്ടൺസ്, കീറിപ്പറിഞ്ഞ വസ്ത്രം, ജട പിടിച്ച മുടി, കുളിച്ചിട്ട് കുറേ ദിവസങ്ങളായി. അവൻ്റെ കയ്യിലൊരു ഭിക്ഷാപാത്രമുണ്ട്. കടന്നു വരുന്നവരെല്ലാം നേരെ അവനെ ഉയർത്തി കാണിക്കും. പലരും അവനെ അവഗണിച്ചു, ചിലർ തള്ളി മാറ്റി, ചിലർ വലിച്ചെറിഞ്ഞു. വിശന്നിട്ടും കണ്ണ് നിറഞ്ഞും വികൃതമായ അവൻ്റെ രൂപം പലരും അവനെ തള്ളി മാറ്റിയപ്പോൾ, ഒരുപാട് പേര് അവനൊന്നും കൊടുക്കാതെ മാറ്റി നിർത്തിയപ്പോൾ കരഞ്ഞുകൊണ്ട് അവൻ അവിടെ റെയിൽവേ പ്ലാറ്റ്ഫോമിലെ ഒരു ബെഞ്ചിൽ പോയിരുന്നു. കുറച്ചു നേരം അവനവിടെ ഇരുന്നപ്പോൾ ഒരു കഷായ വസ്ത്രധാരിയായ ഒരുവൻ
അവൻ്റെ അടുക്കിലേക്ക് ചെന്നു. അദ്ദേഹത്തിൻ്റെ തോളിൽ കിടന്ന തോൾ സഞ്ചിയിൽ നിന്ന് അദ്ദേഹം ഒരു 50 രൂപയുടെ നോട്ടെടുത്തു. ഈ കൊച്ചു കുഞ്ഞിൻ്റെ അടുക്കൽ കുറച്ചു നേരം ഇരുന്നു. അവൻ്റെ കവിളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ ചാലുകൾ, ചെളി പിടിച്ച കണ്ണീര് അദ്ദേഹം കൈകൊണ്ട് മെല്ലെ തൂത്തു. എന്നിട്ട് അവൻ്റെ കയ്യിലേക്ക് 50 രൂപ നോട്ട് വെച്ച് കൊടുത്തു. അവൻ്റെ മൂർധാവിൽ ഒരു ചുംബനം കൊടുത്തു. എന്നിട്ട് മെല്ലെ എഴുന്നേറ്റ് അദ്ദേഹം പുറത്തേക്ക് നടക്കുകയാണ്. ആ നടക്കുന്ന മനുഷ്യൻ്റെ കൈകളിൽ ഈ പയ്യൻ ഓടിച്ചെന്ന് പിടിച്ചു. നടന്നു പോകുന്നതിനിടയിൽ തിരിഞ്ഞു നിന്ന് അവനെ സ്നേഹത്തോടെ നോക്കിയ ആ മനുഷ്യനെ നോക്കിയിട്ട് ഈ പയ്യൻ ചോദിച്ചു, ആപ് ഈസാ ഹേ ക്യാ? താങ്കളാണോ ക്രിസ്തു? കുഞ്ഞുങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന, സ്നേഹം കൊണ്ട് അവരെ വീർപ്പുമുട്ടിക്കുന്ന, മാറോട് ചേർക്കുന്ന, മടിയിലിരുത്തുന്ന, ലാളിക്കുന്ന ഒരു ക്രിസ്തുവിനെ കുറിച്ച് ആരൊക്കെയോ എവിടെയൊക്കെയോ അവനോട് പറഞ്ഞു കൊടുത്തതിൻ്റെ ഓർമ്മ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ. അവനെ ഇത്രത്തോളം ചേർത്ത് പിടിച്ചവരാരുമില്ല. അവന് മൂർധാവിൽ ചുംബനം കൊടുത്തതും ആരുമില്ല. അവൻ്റെ കയ്യിൽ അവൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നോട്ട് 50 രൂപയുടെ നോട്ട് വെച്ച് കൊടുത്തിട്ട് കടന്നുപോയ മനുഷ്യനെ കണ്ടപ്പോൾ അവന് തോന്നി, ഇദ്ദേഹമായിരിക്കും ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏക ക്രിസ്തു നീയാകാം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏക വേദപുസ്തകം നീയാകാം. ഇംഗ്ലീഷ് പറയാറുണ്ട്, ബി ആൻ ഓപ്പൺ ബൈബിൾ ടു എവരിബഡി. പെർഹാപ്സ് യു മേ ബി ദ ഓൺലി ബൈബിൾ സം പീപ്പിൾ ഹാവ് എവർ റെഡ്. മറ്റുള്ളവർക്ക് നീ തുറന്ന ഒരു ബൈബിളായി മാറണം, വേദപുസ്തകമായി മാറണം. ഒരു വേള ജീവിതത്തിൽ അനേകർ കണ്ടിട്ടുള്ള ഏക വേദപുസ്തകം നീയാകാം. നിന്റെ നന്മ, നിന്റെ മാതൃക, നിന്റെ പുണ്യം, അതിലൂടെ വേണം അനേകർ ക്രിസ്തുവിനെ അറിയാൻ, ക്രിസ്തുവിനെ സ്നേഹിക്കാൻ, ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ക്രിസ്തുവിനെ സാക്ഷികളാകാൻ നമുക്ക് പരിശ്രമിക്കാം. സോഷ്യൽ മീഡിയയുടെ രംഗത്തൊക്കെ ഒരുപാട് ക്രിയേറ്റിവിറ്റിയോടുകൂടി പലതും ചെയ്യാൻ സാധിക്കുന്ന യുവജനങ്ങളൊക്കെ നമുക്കുണ്ട്. ബ്ലോഗുകൾ ഉണ്ടാക്കാനും റീൽസ് തയ്യാറാക്കാനും ഒക്കെ മിടുക്കന്മാരും മിടുക്കുകളുമായിട്ടുള്ള ഒത്തിരി കുഞ്ഞുങ്ങൾ, മുതിർന്നവരുമുണ്ട് ഒരുപാട് പേര് അങ്ങനെയൊക്കെ ചെയ്യുന്നവർ. എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞ് റീലുകളിൽ, ബ്ലോഗുകളിൽ, മെസ്സേജുകളിൽ, പോസ്റ്റുകളിൽ ക്രിസ്തുവിൻ്റെ സന്ദേശം നമുക്കൊന്ന് ചേർത്ത് വെച്ചുകൂടാ? ഒരു ബൈബിളിൻ്റെ തിരുവചനം അല്പം ഭാവാത്മകമായി, ഭംഗിയായി നിൻ്റെ ഒരു റീൽസിൽ ഒന്ന് കൊടുത്താൽ, നിൻ്റെ ഒരു പോസ്റ്റിൽ ഒന്ന് പോസ്റ്റ് ചെയ്താൽ എത്ര ഭംഗിയായിട്ട് ഈശോയുടെ സുവിശേഷം ലോകത്തിന് കൊടുക്കാൻ സാധിക്കും. കഴിഞ്ഞ 6-7 വർഷമായിട്ട് ഞാൻ ഈശോയുടെ ഈ വചനം തിരുവചനം എന്ന പങ്ക്തി അല്ലെങ്കിൽ ഇങ്ങനൊരു സന്ദേശം തയ്യാറാക്കി ഒരുപാട് പേർക്ക് അയക്കുന്നുണ്ട്. ഏതാണ്ട് 3000-4000 പേരോളം എൻ്റെ ഈ വചന സന്ദേശം കേൾക്കുന്നുണ്ട്. എല്ലാവരും തുറക്കുന്നുണ്ടോ വായിക്കുന്നുണ്ടോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഇതെൻ്റെ ദൗത്യമാണ്, അതിന് ഉത്തരവാദിത്വമാണ്. പ്രോത്സാഹിപ്പിച്ചവരെക്കാളും നിരുത്സാഹപ്പെടുത്തിയവരാണ് ഏറെയും. എങ്കിലും ഇത് തുടർന്നുകൊണ്ട് പോകാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എൻ്റെ ഉള്ളിലിരുന്ന് സ്പന്ദിക്കുന്ന നസ്രായൻ്റെ സ്വരമാണ്. ബി ആൻ ഓപ്പൺ ബൈബിൾ ടു എവരിബഡി. നിനക്ക് സാധിക്കുന്നത് പോലെ അവൻ്റെ വചനം പങ്കുവയ്ക്കാൻ, നിനക്ക് സാധിക്കുന്നത് പോലെ അവനെ പങ്കുവയ്ക്കാൻ. നിനക്ക് മാത്രം സാധിക്കുന്ന ചില വഴികളുണ്ട്, അത് നീ തിരഞ്ഞെടുക്കണം. എന്നെക്കാളും വളരെ മനോഹരമായിട്ട് വചനം പറയാൻ പറ്റുന്ന, ഒത്തിരി നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാവുന്ന, ഒത്തിരി ആഴത്തിൽ വചനം പഠിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ അവർ പലരും ചെയ്യാത്തത് ഞാൻ ചെയ്യുമ്പോൾ അഹങ്കരിക്കാനല്ല, എൻ്റെ ഉത്തരവാദിത്വം കുറച്ചുകൂടെ ഗൗരവത്തിൽ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആവതുള്ള കാലത്തോളം തമ്പുരാൻ്റെ വചനം പങ്കുവയ്ക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റുമുള്ള ലോകത്തിന് നമ്മളാൽ കഴിയും വിധം യേശുവിനെ പങ്കുവയ്ക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉപകരണങ്ങളായി മാറാം. ക്രിസ്തുനാഥൻ നമ്മിൽ പ്രവർത്തിക്കട്ടെ. അവൻ്റെ വചനം നമ്മിലൂടെ ലോകം അറിയട്ടെ. അവൻ നമ്മിലൂടെ ജീവിക്കട്ടെ. മറ്റൊരു ക്രിസ്തുവായി മാറി, മറ്റൊരു വചനപ്രഘോഷകനായി മാറി
മറ്റൊരു ക്രിസ്തു ശിഷ്യനായി രൂപപ്പെട്ട് അവനെ പ്രഘോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.